ഞാൻ ഡോക്ടർ ഡിബിൻ മുഹമ്മദ്, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ CEO ആണ്, കാർഡിയോതൊറാസിക് സർജനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് ഈ അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാലാകാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഞ്ച് തുറന്ന് അത് നമ്മൾ കാർഡിയോപൾമണറി ബൈപ്പാസ് എന്ന് പറഞ്ഞ മെഷീനിലേക്ക് ഹാർട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് തുറന്ന് റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്. ആസ് ഇൻ ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വാൽവ് മാറ്റി വയ്ക്കാം എന്ന് അവർ കണ്ടുപിടിച്ചു. അതന്നെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്തു. അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിസങ്കീർണമായ ഒരു കാര്യമാണ്. കാരണം മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണിത്. അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോകത്ത് എവിടെ പോയാലും, ഇപ്പോൾ ഈ 74 വയസ്സുള്ള ഈ ഉമ്മ US പോയാലും UK പോയാലും ഇതേ സർജറിയാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഈ 74 വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക് സർജറിക്ക് വളരെ റിസ്ക് കൂടുതലാണ്. ഏജ് കൂടുന്തോറും നമ്മൾ ഈ പറയുന്ന ഈ പ്രൊസീജിയറിൻ്റെ റിസ്ക് വളരെയധികം കൂടും. അപ്പോൾ ആ റിസ്ക്കുള്ള ഒരു പേഷ്യൻ്റ് എവിടെ പോയി കഴിഞ്ഞാലും അവർ അഡ്വൈസ് ചെയ്യുന്നത് ടാവി എന്ന് പറയുന്ന ഈ പ്രൊസീജിയറാണ്. അതായത് ഇൻ്റർവെൻഷനിലൂടെ നമുക്ക് വാൽവ് റീപ്ലേസ് ചെയ്യുക. ഇതാണ് ഈ ഉമ്മ എവിടെ പോയാലും ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഈ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഉമ്മയ്ക്ക് സ്വന്തമായി എണീറ്റ് നടക്കാനോ മുന്നോട്ട് പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഉമ്മ ഇവിടെ വന്നത്. ഒരടി 2 അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരും. എന്ത് ചെയ്യണമെങ്കിലും ആൾക്കാരുടെ സഹായം വേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉമ്മ നമ്മുടെ അടുത്ത് വന്നത്. അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ വളരെ പോസിറ്റീവായിരുന്നു. ഇത് ചെയ്യാനുള്ള എല്ലാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത പിറ്റേ ദിവസം തൊട്ട് ഉമ്മ ആ മുഖത്ത് നമുക്ക് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു, എന്തോരം റിലീവ്ഡ് ആണെന്നുള്ളത്. അവർ സ്വന്തമായി എണീറ്റിരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇറങ്ങി നടന്നു, ആ ചുറ്റുവട്ടത്തെല്ലാം നടന്നു, അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷം. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഇത്രയും ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റി, അവർക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റി. അത് 74 വയസ്സൊരു ഉമ്മ ആയതുകൊണ്ട് നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യാതെ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്തു കൊടുക്കാം എന്നുള്ളത് ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പം ഇത് ചെയ്യാൻ പറ്റാത്തത് വേറെ മെട്രോ സിറ്റീസിൽ പോയി ചെയ്യാം. പക്ഷേ അതിന് നമ്മൾ ഈ ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി എമൗണ്ടും കൊടുക്കേണ്ടി വരും, അവർക്കത് താങ്ങാനും പറ്റില്ല. അപ്പം നമ്മളത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന രീതിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സാധാരണ ജനങ്ങൾക്ക് നമ്മളിത് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഷിഹാബ് മാനേജ്മെൻറ്റ് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് വളരെ നന്ദി അറിയിക്കാനുണ്ട്. അത് എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇത് നടത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഉമ്മായ്ക്ക് വന്ന സന്തോഷം അതാണ് എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ കാര്യമുള്ളത്. ഈ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി ഇപ്പോൾ കുറച്ചും പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഈ പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് വരുന്നത് നെഞ്ചുവേദനയായിട്ടാണ്, നെഞ്ചുവേദന ശ്വാസമുട്ടായിട്ടാണ്. അപ്പോൾ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഹാർട്ടിൻ്റെ ഇത് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ വാൽവിൻ്റെ പ്രശ്നങ്ങളാവാം എന്നുള്ള ഇതിൽ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ആൻജിയോഗ്രാം ചെയ്ത് നോക്കി, ബ്ലോക്ക് ഉണ്ടോയെന്ന് നോക്കി. ആ ബ്ലോക്ക് വളരെ മിനിമൽ ബ്ലോക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക്. അപ്പോൾ ഈ വാൽവിൻ്റെ ഒരു പ്രശ്നം നല്ല സിവിയർ വാൽവായിരുന്നു, വാൽവിൻ്റെ ചുരുക്കുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ആ വാൽവിൻ്റെ പ്രശ്നം കണ്ടപ്പോൾ തന്നെ അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാൽവ് മാറ്റാതെ ഇവർക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വാൽവ് മാറ്റാന്നുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അതിൽ സർജിക്കൽ ഡിസ്കഷൻ ഉണ്ടായി. നമ്മൾ ഈ സർജറി ഇല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ടാവി എന്ന് പറഞ്ഞ ആ മെത്തേഡ് സർജറി ഉണ്ട്. അപ്പോൾ അതിലുള്ള ഏറ്റവും പ്രശ്നം വരുന്നത് അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. അപ്പോൾ സർജറി ചെയ്യുമ്പോഴുള്ള കോസ്റ്റിനേക്കാളും ഭയങ്കര കൂടുതലാണ് ഈ ടാവി എന്ന് പറയുന്ന ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറിൽ വാൽവ് മാറ്റി വയ്ക്കുന്നത്. പക്ഷേ അതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ടാവി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവുക. മറ്റേതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വാൽവിൻ്റെ ഇതൊക്കെ മാറ്റി വെച്ച് വരുമ്പോൾ അവർക്ക് ഒരു 1 മന്തെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. ആ ഒരു ഈസിനെസ്സാണ് ടാവിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഇപ്പോഴത്തെ മെത്തേഡിൽ നമ്മൾ ഈ ഷിഹാബ് ഹോസ്പിറ്റലിൽ നമുക്ക് ആ ഒരു ഇൻ്റർവെൻഷനിൽ കൂടെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പേഷ്യൻറ്റിന്. അത് സക്സസ് ആയി, പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. സർജറിൻ്റെ മുമ്പ്
വേദന വേദന കിതപ്പും. ഒരു കൊല്ലത്തോളമായി വേദന കിതപ്പ് സഹിക്കാൻ തുടങ്ങിയിട്ട്. ആലത്തൂർ ബിശ്വാബനോട് പോയപ്പോഴാണ് ഓപ്പറേഷത്തിൻ്റെ അറിഞ്ഞത്. പിന്നെ പെരിന്തൽമണ്ണയെ അവിടെ നിന്ന് 9 മാസത്തോളം മരുന്ന് കഴിച്ച് സമാധാനമില്ല. അവരും പറഞ്ഞ ഓപ്പറേഷൻ വേണമെന്ന്. അവർ ഒരു സംഖ്യയാണ് പറഞ്ഞത്. അതിലൊന്നും കുറയാൻ പറ്റൂല എന്ന് പറഞ്ഞ്. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് യാതൊരു പാകവുമില്ല. എന്താ കണക്കാക്കിയിട്ട് നമ്മൾ ഒരുങ്ങുക. ലാസ്റ്റ് എനിക്ക് വേദന കൂടിയപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് എത്തിയില്ല. നമുക്ക് ശിവതങ്ങൾ അങ്ങോട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുന്നതിന്നെ. ഇവിടെ വന്ന് 3 സൈസിൽ കിടന്ന് 4 ഞാൻ പോയി. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യുക, അവരുടെ പ്രായം കാര്യമൊന്നും ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ നിന്നാണ്ട് ഒരുങ്ങിയത്. അപ്പം എന്നോട് പറഞ്ഞ് ഉമ്മാക്ക് കിതപ്പും വേദനയും ഒന്നും ഉണ്ടാവില്ല ചെയ്തതാണെങ്കിൽ. അപ്പം ഡോക്ടർ ഒരൊറ്റ ഉറപ്പ്. അതുകൊണ്ട് ഞാനത് ഒരുങ്ങി. അൽഹംദുലില്ലാ 11-ാം തീയതി 9-ാം തീയതി ഇവിടെ കൊടുത്ത് അഡ്മിറ്റ് ചെയ്ത് 10-ാം തീയതി ചെയ്ത് എല്ലാ കാര്യങ്ങളും റാഹത്തായി. ഒരു വേദനയും കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാനത് നടന്ന് ഞാൻ പോകണം. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. അത്രയും സ്നേഹത്തോടാണ് നമ്മളായിട്ട് അവർ പെരുമാറിയതും. അവിടെ എല്ലാം കൊണ്ട് ഇഷ്ടമായി, താല്പര്യമായി. ഈ ആസ്പത്രി എന്നും നിലനിൽക്ക് ആയി കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലായിടത്തും വലിയ കേസുകൾ പറഞ്ഞത് അത് കാരണം അതിനോട് സാമ്പത്തികം കയ്യിലില്ല. അപ്പം ഇവിടെ കുറച്ച് കുറഞ്ഞ് കിട്ടിയപ്പോൾ അയാണ്ട് ഒരുങ്ങി അൽഹംദുലില്ലാ എല്ലാവരും സഹായിച്ച് ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേർക്ക് ഇത് ചെയ്യാൻ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പേഷ്യന്റ് ഇപ്പം ഇവരുടെ മകനാണ്. അപ്പം അവരുടെ മനസ്സുകൊണ്ട് തുറന്നു പറയുന്നതാണ്. ഞാൻ 4 ദിവസം മുമ്പ് ഇങ്ങനെ ആയിരുന്നു, അതിന് ശേഷം അപ്പൊ നമ്മളെ ഈ സൗകര്യം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായതാണല്ലോ. വിചാരിച്ച എല്ലാവരും കൂടി കുറച്ചോ ഇവർക്ക് നല്ലൊരു ടീമിനെ ഉണ്ടാക്കി കൊടുത്തു. അതാണ് വിഷയം. ഇന്നത്തെ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്ന ഡോക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ഡോക്ടറിനെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ സാദത്ത് പരീദ്, ഇവിടുത്തെ ചീഫ് ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് നമുക്കുള്ള പേഷ്യൻ്റ് ഒരു അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറയും. അയോട്ടിക് സ്റ്റിനോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ മെയിൻ വെസലുണ്ട് അയോട്ട. അപ്പോൾ ആ അയോട്ടയുടെ വാൽവാണ് ഈ അയോട്ടിക് വാൽവ്. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബ്ലഡ് നമ്മളെ മറ്റുള്ള ബോഡി പാർട്സിലോട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ അയോട്ടിക് വാൽവ് ഡിസീസ്ഡ് ആവുന്ന സ്റ്റേജസാണ് അയോട്ടിക് സ്റ്റിനോസിസ്. അപ്പോൾ ഈ അയോട്ടിക് സ്റ്റിനോസിസ് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് പേഷ്യൻസിന് ഭയങ്കരമായിട്ടുള്ള കിതപ്പൊക്കെ വരും, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പെയിൻ ഉണ്ടാവും, നെഞ്ചിൽ വേദന വരും. അപ്പോൾ അത് പണ്ടൊക്കെ നമ്മൾ ഈ അയോട്ടിക് വാൽവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയോട്ടിക് വാൽവ് മാറ്റി വയ്ക്കല പണി, സർജറി ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ട്രാൻസ് കാത്തീറ്റർ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാവി എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ചുരുങ്ങിയിരിക്കുന്ന വാൽവിനെ നമ്മൾ ഒരു ബലൂൺ വെച്ചിട്ട് അതിനെ ഡയലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലുള്ള മെത്തേഡ് ഇത് സർജറി ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സർജറിയാണ്. കട്ട് ചെയ്തിട്ടാണ് വാൽവ് വയ്ക്കുക. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഞരമ്പിൽ കൂടെ നമ്മൾ വയറിട്ട് ബലൂണൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ടാവി. അതാണ് ഇന്ന് നമ്മളിവിടെ ഒരു പേഷ്യൻറ്റിന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോട് എത്തേണ്ടി വരും, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ എത്തേണ്ടി വരും,
ഒരു കാർഡിയോളജി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ രോഗികൾ അവിടെ എത്തുന്നതിന് മുമ്പ് ജീവൻ ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ശിഹാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുന്നത്. അതിന് പുറമെ പ്രവർത്തിച്ചവരാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ. അപ്പോൾ അതിനകത്ത് ഈ കാർഡിയോളജി യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് വലിയ ഗൗരവമായിട്ട് ഇവിടെ കാണുകയും അത് ഞങ്ങൾ പണ്ട് 2009 താഴെപ്പാലത്ത് ഒരു സ്ഥാപനം നടത്തുകയും അതിൻ്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നു. പക്ഷേ സന്ദർഭങ്ങളാൽ കൊണ്ട് ഈ ഒരു സിറ്റി ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല, അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാർക്കും ഇവിടെ വരാൻ പറ്റിയില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതൊക്കെ ശാബ്ദങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റിമറിച്ച് സാധാരണ കാർഡിയോളജി പ്രവർത്തനം മാത്രമല്ല, ഡോക്ടർമാരുടെ സേവനം കൊണ്ട് ഇന്ന് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി കഴിഞ്ഞ 1.5 വർഷമായി ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ അടുത്ത സമയത്ത് ഉണ്ടാക്കിയ വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി മാത്രം ചെയ്താൽ മാത്രമേ ഒരു നിവൃത്തിയുള്ളൂ എന്നുള്ള കാലഘട്ടം നിന്ന് മാറി ഇവിടെ ടാബി ചെയ്തു സാധിത്ത് ഇവിടെ ഉണ്ട്. നമ്മളെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. ഞങ്ങളെ CEO കാർഡിയോ സർജനാണ്. അപ്പോൾ കാർഡിയോ തൊറാസിക് സർജനാണ്. അത് ഡോക്ടർ ഡിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കൂടിയിട്ട് അവരുടെ ലീഡർഷിപ്പിൽ ഡോക്ടർ അഷ്റഫും അതുപോലെ തന്നെ ഡോക്ടർ അനീസ് അല്ലേ, ഡോക്ടർ ആശിഷ് കുമാർ എന്ന അവരുടെ ടീം മൊത്തം വന്ന് സാധാരണ നമ്മൾ വലിയ സിറ്റികളിൽ പോലും വലിയ ഹോസ്പിറ്റലിൽ പോലും ഈ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിൽ പിടിപെട്ട ആൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. അപ്പോൾ അയോട്ടിക് ഏരിയയിൽ ഒരു വാൾവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈ ടെക്നിക്ക് വെച്ചിട്ടാണ്. ആ ടെക്നിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയ അതിശയമായിരുന്നു. വളരെ റെയറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തത്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, 4 ദിവസം മുമ്പേ ഈ സർജറി ഇവിടെ ചെയ്യും. ഇന്നലെ വൈകുന്നേരം തന്നെ ആ പേഷ്യൻ്റ് ഇവിടെ നിന്ന് പോകേണ്ടതായിരുന്നു. പിന്നെ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അവരുടെ ആ ഒരു റിലീഫ് തന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം. ഈ പരിസരത്തുള്ള ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങൾക്ക് ശിഹാബ്ദങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയി മാറാം. ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി സയൻസ്, റൺ ബൈ ഫാത്തിമ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സർവീസ്, തിരൂർ, മലപ്പുറം. ഫോൺ 0494 350 3000 9559 222 111.